പ്രിയപ്പെട്ട റംലാത്ത, ശ്രീമതി ജസ്ന, പ്രിയപ്പെട്ട ശ്രീ സി ബി സിദ്ദീഖ്, സിന്ധുവച്ചി, പ്രിയപ്പെട്ട മുഷർ ഉൾപ്പെടെ വേദിക്ക് പുറത്തുമായി സന്നിഹിതരായിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമാനതരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തക സുഹൃത്തുക്കളെ, സുദീർഘമായി സംസാരിക്കുന്നില്ല. ഈ സംഘത്തിന് ഒരു പ്രസക്തിയുമില്ലാത്തൊരു സദസ്സാണ്. നമ്മുടെ ഉദ്ഘാടകൻ വളരെ സവിസ്തരം ഇവിടെ കാര്യങ്ങൾ വിശദീകരിച്ച് നമ്മുടെ ഈ തവലൂർ തിരഞ്ഞെടുപ്പിന് ചരിത്രമായി ആ ചരിത്ര ദൗത്യത്തിന് നേതൃത്വം കൊടുത്ത ഒരാൾ നമ്മുടെ പ്രിയങ്കരനായ പാർലമെൻറ്റ് മെമ്പർ സമദാനി സാഹിബാണ്. അദ്ദേഹം സ്ഥാനം കൊണ്ട് അദ്ദേഹം പാർലമെൻറ്റ് മെമ്പറാണ്. പക്ഷേ നേതാക്കന്മാർ നേതൃത്വം പ്രവർത്തിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന റിസൾട്ടാണ്. ഇത് മംഗലമായാലും, അത് പുറത്തൂരായാലും, തൃപ്രങ്ങോടായാലും, തവനൂരായാലും, വട്ടംകുളായാലും, കാലടിയായാലും, എടപ്പാളായാലും ഓരോ പഞ്ചായത്ത് കമ്മിറ്റിക്കും അഭിമാനിക്കാൻ കഴിയുന്ന അവരൊക്കെ കൊടുത്ത ടാർഗറ്റ് അവർ ആഗ്രഹിച്ചതിലും അധികം കൃത്യമായി അത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും തല ഉയർത്തി അഭിമാനത്തോടെ, ആർക്കും നിരാശപ്പെടാനില്ലാത്ത, എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടങ്ങൾ എടുത്തു പറയാൻ കഴിയുന്ന എല്ലാവരുടെയും അവരുടേതായ പങ്ക് വഹിച്ച ഒരു വിജയമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാങ്കേതികമായി കൂടുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ എല്ലാവരെയും ഒരുമിച്ച് കൂടി നന്ദി പറയുകയല്ല വേണ്ടത്, മറിച്ചത് പ്രവൃത്തികൾ കാണിച്ചു തരികയാണ് വേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ പൊതുപ്രവർത്തകനാണ് ഞാൻ. പക്ഷേ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ 21-ാം തീയതി നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുകയാണ്. സത്യപ്രതിജ്ഞ നമ്മുടെ നടക്കുന്നത് നിയമസഭയിലല്ല, ഇവിടെയാണ്. ഞാനല്ല സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, നമ്മളാണ്. ഈ നിയമസഭയിലേക്ക് എന്നെ തിരഞ്ഞെടുത്തത്, ഞാൻ ജയിച്ചു പോയത് നിങ്ങളുടെയൊക്കെ തന്നെ വിയർപ്പ്, നിങ്ങളൊക്കെ വേരുകൊണ്ട് വിയർപ്പൊഴുക്കിയതിൻ്റെ ഫലമാണ് 14,647 എന്ന് പറയുന്നത്. ഒരക്കമല്ല, മറിച്ച് നിങ്ങളുടെയൊക്കെ വിയർപ്പും നിങ്ങളിലേക്ക് അധ്വാനത്തിൻ്റെ വിലയാണ് എന്ന് തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെ നിങ്ങളെല്ലാം നേരിൽ കണ്ട് നിങ്ങളുടെ അനുഗ്രഹം വാങ്ങി നിങ്ങളുടെ അനുവാദത്തോടുകൂടി നാളെ തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി മാത്രമാണ് ഈ അവസരം വിനിയോഗിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ പ്രതിപക്ഷത്തായിരുന്നു. 15 വർഷം നിങ്ങൾ തവനൂരുകാർ ഒരു MLA ഇല്ലാതെ കാത്തിരുന്ന് കിട്ടാക്കനിയായി നമുക്ക് ഒടുവിൽ കിട്ടിയതാണ്. നമ്മളെ സംബന്ധിച്ച് 10 വർഷക്കാലം 15 വർഷക്കാലം എല്ലാവരും നമുക്ക് നേരെ മുഖം തിരിഞ്ഞു നിന്ന ആളുകളുണ്ട്, നമ്മളെ അകറ്റി നിർത്തിയിരുന്ന ആളുകളുണ്ട്. നമ്മളെ അകറ്റി നിർത്തിയവർ ഇനി നമ്മളെ ആശ്ലേഷിക്കും, നമ്മളെ തിരസ്കരിച്ചവർ നമ്മളെ സ്വീകരിക്കും. കാരണം നമ്മൾ ഭരണപക്ഷത്തേക്ക് മടങ്ങി വന്നിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർമാർ എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മുടെ ജനപ്രതിനിധികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം ആവർത്തിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ പ്രശ്നങ്ങൾ, കുടിവെള്ളക്ഷാമം ഉൾപ്പെടെയുള്ള ഈ നാട് നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച കുറെ കാര്യങ്ങൾ, നമ്മളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട തീരുമാനിച്ചത്. ഇവിടെ പോലീസ് സ്റ്റേഷനില്ല, ഈ നിയോജകമണ്ഡലത്തിൽ ഒരു ബസ് സ്റ്റാൻഡില്ല, ഫയർ സ്റ്റേഷനില്ല, നമുക്കൊരു മിനി സിവിൽ സ്റ്റേഷനില്ല. നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ജനങ്ങൾ അതൊക്കെ ഏറ്റെടുത്ത വിഷയങ്ങളാണ്. അതിനൊക്കെ തന്നെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കണം. തവനൂരിന്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടമായ അടുത്ത 5 വർഷം നമുക്ക് മാറ്റണം. അടിമുടി തവനൂരിലെ മാറ്റത്തിന് വേണ്ടി നമുക്ക് കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണം. അതിന് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ മണ്ഡലത്തിലെ വികസനം ആഗ്രഹിക്കുന്ന അവസാനത്തെ ആളുടെയും വികസനത്തെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് കൃത്യമായൊരു പ്ലാൻ തയ്യാറാക്കി നമുക്കൊരു വികസന സെമിനാറൊക്കെ നടത്തി നല്ല ഒരു വികസനത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി തവനൂരിനെ നയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. നമുക്ക് നന്ദി പറയും പരിപാടി നമ്മൾ നടത്തേണ്ടത് അതിനു മുമ്പായി, മഴയെത്തുന്നതിന് മുമ്പായി. അതോടൊപ്പം തന്നെ നമ്മുടെ SLC +2 പരീക്ഷയുടെ റിസൾട്ട് വലിയ ഒരു പ്രോഗ്രാം, ഒരു അവാർഡ്ദാന ചടങ്ങ് ഇവിടെ വെച്ച് നടത്തണം നമ്മൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും എല്ലാ തരത്തിലും നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനത്തോടൊപ്പം തന്നെ നമുക്ക് ഈ നാടിൻ്റെ വികസനം മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയിട്ടുള്ള വലിയ ഒരു അധ്വാനത്തിൻ്റെ അനന്തരഫലമാണ്. തവനൂരിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബാലിക മല തന്നെയായിരുന്നു. ആർക്കും പ്രതീക്ഷയില്ലാത്ത, എല്ലാവരും പ്രയാസം ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിരുന്ന ഒരു മണ്ഡലമായിരുന്നു. കേരളം മുഴുവൻ വിജയിക്കുമ്പോൾ തങ്കത്തിളക്കമുള്ള ഒരു വിജയം എന്ന് പറയുന്നത് നമ്മുടെ തവനൂരിലെ വിജയം തന്നെയാണ്. 140 നിയോജകമണ്ഡലങ്ങളിലും UDF വിജയിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു. പക്ഷേ UDF അധികാരം കിട്ടുമ്പോൾ തവനൂർ ജയിക്കണമെന്ന് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്ന ഒരു വിജയം തവനൂരിലെ വിജയമാണ്. അതിന് പല തരത്തിലുള്ള കാരണങ്ങളുണ്ട്. നമുക്കറിയാം,
നമ്മുടെ എതിരാളിയെ സംബന്ധിച്ച് നമ്മുടെ ആളുകൾക്കുള്ള ഒരുപാട് പരാതിയും പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയ വഴി കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നമ്മുടെ പ്രവർത്തകരുടെ മനസ്സിന് മുറിവേൽക്കുന്ന ഒരുപാട് സാധ്യതയുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ഈ കേരളത്തിൽ മാത്രമല്ല വിദേശത്തും സ്വദേശത്തും ഒക്കെയുള്ള പ്രവർത്തകർ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നത് തവനൂരിൽ UDF വിജയിക്കണമെന്നായിരുന്നു. എന്ന് മാത്രമല്ല, തവനൂരിലെ വിജയം കേരളത്തിന്റെ മതേതര ചരിത്രത്തിൽ എല്ലാ കാലത്തും മുൻപ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ കാലത്തും ചരിത്രത്തോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന തരത്തിലുള്ള റിയൽ മലപ്പുറം സ്റ്റോറിയായി ഈ നാടിനെ അപമാനിക്കാനും അപകരിക്കാനും ഈ നാടിനെതിരെ ബോധപൂർവമായ അജണ്ട സൃഷ്ടിക്കാനും ശ്രമിക്കുന്നവർക്കെതിരെ എല്ലാ കാലത്തേക്കും നമുക്ക് ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഈ നാട് ഉയർത്തിപ്പിടിക്കുന്ന മതേതര പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യപ്പെടുത്തലായ ഒരു വിജയം കൂടിയായി തങ്കത്തിളക്കമുള്ള ഒരു വിജയമായ റിയൽ മലപ്പുറം സ്റ്റോറിയായി അത് മാറിയിട്ടുണ്ട്. തീർച്ചയായും ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ, നേതാക്കന്മാർ എല്ലാവരും ആരും വീട്ടിൽ വെറുതെ ഇരുന്നതിൽ എല്ലാവരും അവനാകുന്ന പോലെ പരമാവധി അരയും തലയും മുറുക്കി അക്ഷരാർത്ഥത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ പിന്നോടും വാശിയോടും വൈരാഗ്യത്തോടും കൂടി തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. തീർച്ചയായും നമുക്കതെല്ലാം വരും ദിവസങ്ങളിൽ ആ ഒരു ടീം സ്പിരിറ്റ് നിലനിർത്തി തന്നെ ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുക. നമ്മൾ അവസാനമല്ല, ഇത് നമ്മളൊരു പുതിയ തുടക്കമാണ്. തവനൂരിനെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കമാണ്. 15 വർഷം നമ്മൾ UDF വോട്ട് ചെയ്തുകൊണ്ട് ചവിട്ടി അയക്കപ്പെട്ട വികസനപരമായി അവഗണിക്കപ്പെട്ട കുറേ പ്രദേശങ്ങളുണ്ട് നമ്മുടെ പലയിടത്തും. ഒരിക്കൽ പോലും MLA ഫണ്ട് ഇതുവരെ കിട്ടാത്ത, MLA ഫണ്ട് എന്തെന്നറിയാത്ത സ്ഥലങ്ങളുണ്ട്, പ്രദേശങ്ങളുണ്ട് നമ്മുടെ പലയിടങ്ങളും. കാരണം UDFന് ശക്തിയുള്ള സ്ഥലങ്ങളായതുകൊണ്ടാണ് അവഗണിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ തന്നെ വികസനപരമായി നമ്മുടെ നാട് നേരിടുന്ന എല്ലാ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. അതിന് പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നേതൃത്വം നൽകാം. അതിന് തുടക്കം കുറിക്കുന്ന ഒന്നായി ഈ ചടങ്ങ് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നലെ തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞ് വന്ന് പലരും ഉറങ്ങിയിട്ടില്ല. വലിയ പ്രയാസമൊക്കെ ഉണ്ടായിട്ട് എല്ലാവരും സമയപരിമിതിക്കുള്ളിൽ എത്തിച്ചേർന്നു. നിങ്ങളെല്ലാവരെയും ഹൃദയം കൊണ്ട് സല്യൂട്ട് ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നമ്മൾ അവസാനിക്കും.